Hi dears, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ടെറാറിയം മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ടെറാറിയം പല രീതിയിലുള്ള ടെറാറിയംസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ടെറാറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്കൊരു ടെറാറിയം ചെയ്തെടുക്കാൻ പറ്റും. ലോകത്തിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെറാറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലും സിമ്പിളായിട്ടൊരു ടെറാറിയം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, അത്ര സിമ്പിളാണ് നമ്മുടെ ഇന്നത്തെ ടെറാറിയം മേക്കിംഗ്. കാരണം നമ്മൾ കാണുന്ന ടെറാറിയംസ് ഒക്കെ ചെറിയ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മോസ് വെച്ചിട്ടുള്ള മൊസേറിയ ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ പ്ലാന്റ് ആണ്. എയർ പ്ലാന്റ് വെച്ചിട്ടാണ് നമുക്ക് ഒരു മിനിറ്റിൽ ഇത്ര സിമ്പിളായിട്ട് ഒരു ടെറാറിയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എയർ പ്ലാന്റ് വെച്ചിട്ടാണ് ടെററിയം ചെയ്യുന്നതെന്ന്. കാരണം എയർ പ്ലാന്റിന് വലിയ മെയിൻ്റനൻസ് വേണ്ട. നമുക്ക് ഇത് വളരാനായിട്ട് ഒരു പോട്ടിംഗ് മിക്സോ അല്ലെങ്കിൽ ഇതിനൊരു മീഡിയമോ അങ്ങനെ ഒന്നും വേണ്ട. എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി, ഇത് വളർന്നോളും. എയറിൽ നിന്ന് മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ സ്വീകരിച്ചിട്ടാണ് ഇവ വളരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുവോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ പ്ലാന്റ്. ഈ പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടെറാറിയം ചെയ്യുന്നത്. എയർ പ്ലാന്റ് ഒക്കെ നമുക്ക് എല്ലാ പ്ലാന്റ് ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഈ ഒരു എയർ പ്ലാന്റ് മാത്രം മതി നമ്മുടെ ടെറാറിയം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഗ്ലാസ് ബൗള് ഈ ഒരു ഗ്ലാസ് ബൗളാണ്. ഈ ഒരു ബൗളാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബൗളാണ്. ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ എൻ്റെ കൈയുടെ ഉള്ളിൽ വെക്കാൻ പാകത്തിനുള്ള അത്രയ്ക്ക് ചെറിയൊരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം, നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ബൗൾ എടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് ഇടേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത്, കാരണം എയർ പ്ലാന്റിന് വളരാനായിട്ട് ഒരു മീഡിയ ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റോൺസ് ഇതിലിടുന്നത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സ്റ്റോൺസ് ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗ്ലാസ് ബൗളിൻ്റെ അകത്ത് ഇങ്ങനെ കല്ലൊക്കെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ, അതുകൊണ്ട് കുറച്ച് കല്ലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോൺസ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ഞാൻ കുറച്ച് കല്ല് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എയർ പ്ലാന്റ് ഇതിനകത്തേക്ക് എടുത്തു വയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗം പുറത്തേക്ക് ആക്കി, അത് കുറച്ച് ഭാഗം അകത്ത്, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബൗള് കുറച്ച് ചെറിയ ബൗളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നേരെ നിവർത്തി ഇങ്ങനെ കുത്തി നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. പക്ഷേ ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് ഭാഗം ഇരിക്കുമ്പോഴാണ് ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടെറാറിയം ചെയ്ത് കഴിഞ്ഞു. 1 മിനിറ്റ് എടുത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനല്ലേ, എനിക്കിത് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ടെറാറിയം എന്നോ അല്ലെങ്കിൽ എയർ പ്ലാന്റ് അറേഞ്ച്മെൻ്റ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് വാട്ടർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലാന്റിനെ പുറത്തെടുത്തിട്ടൊരു ഡിഷിലോ എവിടെയെങ്കിലും വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ മുക്കി വെക്കുക, അങ്ങനെയാണ് ഇത് വാട്ടറിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഹാങ്ങിങ് ബൗൾ ആയതുകൊണ്ട് ഞാനിത് ഒരു സ്ഥലത്ത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു സ്റ്റാൻഡ്, ഇതെനിക്ക് ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നൊരു സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു ടെറാറിയം മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് ബോട്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഷ്ടമാണെങ്കിൽ പോയി കണ്ടു നോക്കിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.